നമസ്കാരം കൂട്ടുകാരെ, വേ ടു സക്സസിൻ്റെ ഏറ്റവും പുതിയ ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PSCയിലെ അടിസ്ഥാന ശാസ്ത്ര വിഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതാണ് ആണവ ശാസ്ത്രം. ഈ ടോപ്പിക്ക് വളരെയധികം ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ 2 ഭാഗങ്ങളിലായാണ് ഈ വീഡിയോ ചെയ്യുക. ഇത് ആ വീഡിയോയുടെ ആദ്യ ഭാഗമാണ്. 2 ഭാഗങ്ങളും ശ്രദ്ധയോടെ കാണാനും കേൾക്കുവാനും ശ്രമിക്കുക. അപ്പോൾ ആണവശാസ്ത്രം നമ്മൾ മെയിൻലി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫിസിക്സിലാണ്. ന്യൂക്ലിയർ കെമിസ്ട്രി അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് അങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. എങ്കിലും നമ്മൾ ഫിസിക്സിലാണ് വളരെ കൂടുതലായിട്ട് ന്യൂക്ലിയർ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഊന്നൽ കൊടുക്കുക. അപ്പോൾ നോക്കുക, ആദ്യം പറയുന്ന കാര്യം ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവും ന്യൂക്ലിയർ സയൻസിൻ്റെ പിതാവും ഒരാൾ തന്നെയാണ്. അദ്ദേഹമാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് ആരാണ് ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന്. നമ്മുടെ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം കണ്ടതാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ ന്യൂക്ലിയർ സയൻസിൻ്റെ പിതാവാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നൊരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റേഡിയോ ആക്ടിവിറ്റി. എന്താണ് റേഡിയോ ആക്ടിവിറ്റി? നമ്മൾ പഠിച്ചിട്ടുണ്ട് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ എന്നിങ്ങനെയുള്ള ചില വാക്കുകൾ നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് റേഡിയോ ആക്ടിവിറ്റി? നോക്കാം, ചില ആറ്റങ്ങളുടെ അണുകേന്ദ്രങ്ങൾക്ക് സ്ഥിരത വളരെ കുറവായിരിക്കും. അണുകേന്ദ്രത്തിൽ നിന്ന് എപ്പോഴും വികിരണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കും. നോക്കാം, അണുകേന്ദ്രം വിഘടിച്ച് ശക്തിയേറിയ വികിരണങ്ങൾ പുറത്തേക്ക് വരുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. നമുക്കറിയാം, റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറൽ. ഒരിക്കലും ആ പേര് മറക്കരുത്. സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആര് എന്ന് PSC ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഹെൻറി ബെക്കറൽ. ഇനി നേരെ മറിച്ച് കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന മാഡം ക്യൂറിയുടെയും പിയറി ക്യൂറിയുടെയും മക്കളായ ഐറീൻ ക്യൂറിയും ഫ്രെഡറിക് ക്യൂറിയുമാണ് കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അത് ഹെൻറി ബെക്കറലും, കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ 2 പേരാണ്, ഐറീൻ ക്യൂറി, ഫ്രെഡറിക് ക്യൂറി. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. റേഡിയോ ആക്ടിവിറ്റി അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഗീഗർ മുള്ളർ കൗണ്ടർ. റേഡിയോ ആക്ടിവിറ്റി അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഗീഗർ മുള്ളർ കൗണ്ടർ, അല്ലെങ്കിൽ ഓപ്ഷനിൽ ഗീഗർ കൗണ്ടർ എന്ന് പറഞ്ഞാലും അത് ശരി തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന്, ന്യൂക്ലിയർ സയൻസിൻ്റെയും ന്യൂക്ലിയർ ഫിസിക്സിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുകേന്ദ്രം വിഘടിച്ച് ശക്തിയേറിയ വികിരണങ്ങൾ പുറത്തേക്ക് വരുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. ചില മൂലകങ്ങൾ നമുക്കറിയാം, റേഡിയം, തോറിയം, യുറേനിയം, പൊളോണിയം പോലെയുള്ള സ്വാഭാവികമായ ചില മൂലകങ്ങൾ അവരെന്ത് കാണിക്കാറുണ്ട്? പ്രകൃതിയാൽ തന്നെ റേഡിയോ ആക്ടിവിറ്റി കാണിക്കാറുണ്ട്. എന്നാൽ മറ്റു ചില മൂലകങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവരെ നമുക്ക് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. അപ്പോൾ പ്രകൃതിയാലുള്ള റേഡിയോ ആക്ടിവിറ്റി, അതായത് സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ഹെൻറി ബെക്കറലും, കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ഐറീൻ ക്യൂറിയും ഫ്രെഡറിക് ക്യൂറിയുമാണ്. അടുത്ത കാര്യം നോക്കാം. ഞാൻ പറഞ്ഞു റേഡിയോ ആക്ടിവിറ്റി മൂലം ശക്തിയേറിയ വികിരണങ്ങൾ പുറത്തു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് ഈ വികിരണങ്ങൾ? പ്രധാനമായും അല്ലെങ്കിൽ 3 തരം വികിരണങ്ങളാണ് റേഡിയോ ആക്ടിവിറ്റി മൂലം പുറത്തേക്ക് വരുന്നത്. നോക്കുക, ഏതൊക്കെയാണ് ആ വികിരണങ്ങൾ? PSC പലപ്പോഴും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ വികിരണങ്ങളുടെയും അവയുടെ സ്വഭാവത്തെ പറ്റിയും. നോക്കുക, ആദ്യത്തെ വികിരണങ്ങൾ ആൽഫ കിരണങ്ങൾ അല്ലെങ്കിൽ ആൽഫ കണങ്ങൾ. ആൽഫ കണങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള വികിരണമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആൽഫ കണങ്ങൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ കണങ്ങൾ ഹീലിയം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുകളാണ്. നമുക്കറിയാം, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ ഉള്ളൂ. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അങ്ങനെ ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ആൽഫ കണങ്ങളുടെ ചാർജും പോസിറ്റീവായി മാറിയത്. ഈ ആൽഫ കണങ്ങളെ കണ്ടെത്തിയതും ആരുടെയാണ്? റൂദർഫോർഡ് തന്നെയാണ് ആൽഫ കണങ്ങളെ കണ്ടെത്തിയതും. ഇനി അടുത്ത കണങ്ങളെ നോക്കുക, ബീറ്റ കിരണങ്ങൾ അല്ലെങ്കിൽ ബീറ്റ കണങ്ങൾ.
ബീറ്റ കണങ്ങൾക്ക് നെഗറ്റീവ് ചാർജാണ്. അതിന് കാരണം ബീറ്റ കണങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്. ഇലക്ട്രോണുകൾ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളായതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകളുടെ പ്രവാഹമായ ബീറ്റ കിരണങ്ങൾ എന്ത് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക? അവർക്കും നെഗറ്റീവ് ചാർജാണ് ഉണ്ടായിരിക്കുക. ഈ രണ്ട് കിരണങ്ങളും, ആൽഫ കിരണങ്ങളും ബീറ്റ കിരണങ്ങളും കണ്ടെത്തിയത് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെയും ന്യൂക്ലിയർ സയൻസിൻ്റെയും പിതാവായ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി അടുത്തതായി മൂന്നാമതൊരു തരം വികിരണം കൂടി റേഡിയോ ആക്ടിവിറ്റി മൂലം പുറത്തേക്ക് വരുന്നുണ്ട്. അതാണ് ഗാമ വികിരണങ്ങൾ. ഗാമ വികിരണങ്ങൾക്ക് ചാർജ് ഇല്ല. ഓർത്തിരിക്കുക, ചാർജ് ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളാണ് ഗാമ കിരണങ്ങൾ. അവയെ കണ്ടെത്തിയത് പോൾ യു വില്യാർഡ് ആണ്. ആൽഫയെയും ബീറ്റയെയും കണ്ടെത്തിയത് റൂദർഫോർഡ് ആണെന്നിരിക്കെ ഗാമയെ കണ്ടെത്തിയത് പോൾ യു വില്യാർഡ്. ഇനി ഈ കണങ്ങളുടെ ചില പ്രത്യേകതകൾ നോക്കാം. പ്രകാശത്തിൻ്റെ 10 വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളാണ് ആൽഫ. നമുക്കറിയാം ബീറ്റ കണങ്ങൾക്ക് ഇലക്ട്രോണുകളാണ്, അപ്പോൾ ഭാരം വളരെ കുറവാണ്. പക്ഷേ ആൽഫ കണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസുകളാണ്, ഭാരം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർക്ക് കാര്യമായിട്ട് എന്തുണ്ടാവില്ല? മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, സ്പീഡ് ഉണ്ടാവില്ല, ഗതികോർജ്ജം ഉണ്ടാവില്ല. അപ്പോൾ പ്രകാശത്തിൻ്റെ 10 വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളാണ് ആൽഫ. എന്നാൽ പ്രകാശത്തിൻ്റെ തുല്യ വേഗതയിൽ സഞ്ചരിക്കുന്നതും പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാൻ ഏറ്റവും കഴിവുള്ളതുമായ വികിരണങ്ങളാണ് ഗാമ. PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പെനട്രേറ്റിംഗ് പവർ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറുവാനുള്ള ശക്തി ഏറ്റവും കൂടുതലുള്ള റേഡിയോ ആക്റ്റീവ് കണങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? അതിൻ്റെ ഉത്തരം ചാർജില്ലാത്ത ഗാമ കിരണങ്ങളാണ്. ഇനി ഇങ്ങനെ ഒരു സാധാരണ പദാർത്ഥത്തിൽ നിന്ന് റേഡിയോ ആക്ടിവിറ്റി മൂലം കണങ്ങൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവയുടെ മാസ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ റേഡിയോ ആക്ടിവിറ്റി സംഭവിച്ച് ഒരു ഐസോട്ടോപ്പ് അതിൻ്റെ ആദ്യമുണ്ടായിരുന്ന പിണ്ഡത്തിൻ്റെ അല്ലെങ്കിൽ മാസിൻ്റെ പകുതിയാകാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ അർദ്ധായുസ് എന്ന് വിളിക്കുക. ഓർക്കുക, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 5 ഗ്രാം റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, റേഡിയോ ആക്റ്റീവ് പദാർത്ഥമുണ്ടെന്ന് വിചാരിക്കാം. അതിൽ നിന്നും ഇങ്ങനെ ആൽഫ, ബീറ്റ, ഗാമ കിരണങ്ങൾ ഇങ്ങനെ ഉത്സർജിച്ച് അതിൻ്റെ എന്ത് കുറഞ്ഞുകൊണ്ടിരിക്കും? അതിൻ്റെ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ 5 ഗ്രാം ഉണ്ടായിരുന്ന ഈ വസ്തു റേഡിയോ ആക്ടിവിറ്റി സംഭവിച്ച് 2.5 ഗ്രാം ആവാൻ എത്ര സമയമെടുക്കുമോ അതിനെ വിളിക്കുന്ന പേരാണ് ഇതിൻ്റെ അർദ്ധായുസ്. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ 14. കാർബൺ 14ൻ്റെ അർദ്ധായുസ് എന്ന് പറയുന്നത് 5670 വർഷമാണ്. 5670. അതായത് 4 ഗ്രാം കാർബൺ 14 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് റേഡിയോ ആക്റ്റീവ് ശോഷണം സംഭവിച്ച് അത് 2 ഗ്രാമായി മാറണമെങ്കിൽ ഏകദേശം 5670 വർഷമെടുക്കും. ഇനി ഈ 2 ഗ്രാം 1 ഗ്രാമായി മാറണമെങ്കിലും എത്ര തന്നെ വർഷമെടുക്കും? 5670 വർഷം എടുക്കും. അപ്പോൾ ഈ അർദ്ധായുസിനെ നമ്മൾ കണക്കാക്കിയാണ് എന്ത് ചെയ്യുക? നമ്മൾ ഫോസിലുകളുടെ കാലപ്പഴക്കം നമ്മൾ നിർണ്ണയിക്കുക. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതെന്ന്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് പഠിച്ചത്. റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ നിന്നും ഉത്സർജിക്കപ്പെടുന്ന വികിരണങ്ങൾ 3 ഏതൊക്കെ? ആൽഫ കിരണങ്ങൾ, പോസിറ്റീവ് ചാർജ് കാരണം എന്താണ്? അവ ഹീലിയം ന്യൂക്ലിയസുകളാണ്. ഇനി ബീറ്റ കിരണങ്ങൾ, അവയ്ക്ക് നെഗറ്റീവ് ചാർജാണ്, കാരണം അവ ഇലക്ട്രോണുകളാണ്. ഇത് രണ്ടിനെയും കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. 3ാമത്തെ തരം കണങ്ങളാണ് ഗാമ കിരണങ്ങൾ, അവയ്ക്ക് ചാർജ് ഇല്ല, കണ്ടെത്തിയത് പോൾ യു വില്യാർഡ്. ഇനി പ്രകാശത്തിൻ്റെ 10 വേഗതയാണ് ആൽഫ കിരണങ്ങൾക്ക്. നേരെ മറിച്ച് പ്രകാശത്തിൻ്റെ അതേ വേഗതയിലാണ് ആര് സഞ്ചരിക്കുക? ഗാമ കിരണങ്ങൾ സഞ്ചരിക്കുക. ഇനി ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന പ്രതിഭാസം കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം? ഇതെവിടെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന പ്രതിഭാസം ഉപയോഗിക്കുന്നത്? ഞാൻ കുറച്ച് പറഞ്ഞിരുന്നു. ഒന്നാമത്തെ കാര്യം റേഡിയോ കാർബൺ ഡേറ്റിംഗ്. പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ഡേറ്റിംഗ് എന്ന് മാത്രമാണ്. പക്ഷേ അതിനൊരു ഫ്രണ്ടിലൊരു കാര്യം കൂടെ ഉണ്ട്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പ്രതിഭാസത്തിൻ്റെ പേര്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്. മുൻകാലങ്ങളിൽ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, റേഡിയോ കാർബൺ ഡേറ്റിംഗ് കണ്ടെത്തിയത് ആര്? ഉത്തരം ഇതാ കിടക്കുന്നു, വില്യാർഡ് ഫ്രാങ്ക് ലിബിയാണ് റേഡിയോ ആക്ടിവിറ്റി ഉപയോഗിച്ചുള്ള കാർബൺ ഡേറ്റിംഗ് കണ്ടെത്തിയത്. അപ്പോൾ കാർബൺ ഡേറ്റിംഗ് എന്താണ്?
കാർബൺ 14 സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് കാർബൺ ഡേറ്റിംഗ്. കണ്ടെത്തിയത് വില്യാർഡ് ഫ്രാങ്ക്ലിബി. അടുത്ത് നോക്കുക, ഇനി പാറകളുടെ അല്ലെങ്കിൽ ശിലകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗമാണ് റുബീഡിയം സീഷ്യം ഡേറ്റിംഗ്. നോക്കുക, ഫോസിലുകളുടെ കാലപ്പഴക്കമാണെങ്കിൽ അത് കാർബൺ ഡേറ്റിംഗ്. ഇനി പാറകളുടെ കാലപ്പഴക്കമാണെങ്കിൽ റുബീഡിയം സീഷ്യം ഡേറ്റിംഗ്. ഇനി അടുത്ത ഒരു കാര്യം കൂടെയുണ്ട്, ഗുഹകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് യുറേനിയം തോറിയം ഡേറ്റിംഗ്. 3 പറഞ്ഞിരിക്കുക. കാർബൺ ആണെങ്കിൽ ഫോസിൽ, ഇനി റുബീഡിയം സീഷ്യം ആണെങ്കിൽ പാറകൾ, റോക്ക് എന്ന് പഠിച്ചിരിക്കുക. റുബീഡിയം റോക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി യുറേനിയം തോറിയം, ഗുഹകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? യുറേനിയം തോറിയം ഡേറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുക. ഇനി അടുത്തൊരു കാര്യം, ട്രാൻസ്മ്യൂട്ടേഷൻ. അപ്പോൾ എന്താണ് ട്രാൻസ്മ്യൂട്ടേഷൻ? ട്രാൻസ്മ്യൂട്ടേഷൻ നമുക്കറിയാം, മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മ്യൂട്ടേഷൻ. അപ്പോൾ ഈ ട്രാൻസ്മ്യൂട്ടേഷൻ ആദ്യം ചെയ്തത് റൂദർഫോർഡും ചാഡ്വിക്കുമാണ്. നമുക്കറിയാം റൂദർഫോർഡ് എന്ന് പറയുന്നത് ആരാണ്? ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവാണ്, അല്ലേ? ചാഡ്വിക്ക് നമ്മൾ പഠിച്ച ന്യൂട്രോണുകളെ ആദ്യമായി കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് ആണ്. ഈ 2 പേരാണ് ആദ്യമായിട്ട് ട്രാൻസ്മ്യൂട്ടേഷൻ ചെയ്തത്. ഓക്സിജനെ നൈട്രജനാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടായിരുന്നു അവരുടെ പരീക്ഷണം. ഇനി അടുത്ത വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഉപയോഗമാണ് ക്യാൻസറിൻ്റെ ചികിത്സ. നമുക്കറിയാം ക്യാൻസറിന് റേഡിയേഷൻ ചികിത്സ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ റേഡിയേഷൻ ചികിത്സയ്ക്ക് ഒരുപാട് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 1ഉം 2ഉമല്ല, ഏകദേശം 10ഓ അതിലധികമോ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് മാത്രമാണെന്ന് ഒരിക്കലും വിചാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണ് കൊബാൾട്ട് 60 അല്ലെങ്കിൽ കൊബാൾട്ട് 60. എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നു? മാലിഗ്നന്റ് ക്യാൻസർ, അതായത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ക്യാൻസർ, ഈ ട്യൂമറുകളും നമ്മുടെ ടിഷ്യൂവിൽ കലകളിൽ കാണപ്പെടുന്ന ക്യാൻസർ ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയേഷൻ മെത്തേഡാണ് എന്ത്? കൊബാൾട്ട് 60 റേഡിയേഷൻ തെറാപ്പി. അടുത്തത് അസ്ഥിമജ്ജ അല്ലെങ്കിൽ രക്താർബുദം, നമ്മൾ ലുക്കീമിയ എന്നൊക്കെ പറയുന്ന ക്യാൻസർ, അതിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഫോസ്ഫറസ് 31, 32. അടുത്തത് തൊണ്ടയിലുണ്ടാകുന്ന ക്യാൻസർ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിലുണ്ടാകുന്ന ക്യാൻസറിനെ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ തെറാപ്പിയാണ് എന്തുപയോഗിച്ച്? അയഡിൻ 131. ഇതല്ല, ഇനിയും ഒരുപാട് സമറിയം, യട്രിയം, ഇങ്ങനെ ഒരുപാട് മൂലകങ്ങളുടെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്യാൻസറിൻ്റെ ചികിത്സ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട 3 എണ്ണം ഏതൊക്കെയാണ്? കൊബാൾട്ട് 60, കൊബാൾട്ട് 60. ഇതാണ് ഏറ്റവും കൂടുതൽ PSC ചോദിച്ച ക്വസ്റ്റ്യൻ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന താഴെ പറയുന്നവയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? കൊബാൾട്ട് 60. സാധാരണഗതിയിലുള്ള എല്ലാ ക്യാൻസറിനും ഉപയോഗിക്കുന്ന റേഡിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? കൊബാൾട്ട് 60 ആണ്. അസ്ഥിമജ്ജ അല്ലെങ്കിൽ ലുക്കീമിയയുടെ ക്യാൻസർ എന്തുപയോഗിക്കുന്നു? ഫോസ്ഫറസ് 31, 32. നേരെ മറിച്ച് തൈറോയിഡ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ക്യാൻസർ, തൊണ്ടയിലുണ്ടാകുന്ന ക്യാൻസർ എന്താണത്? അയഡിൻ 131 ആണ് അവിടെ ഉപയോഗിക്കുക. ഇനി ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഏറ്റവും വലിയ, ന്യൂക്ലിയർ സയൻസിന്റെ, ആണവശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗമാണ് ഊർജോൽപാദനം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആണവശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക? അതിൻ്റെ ഉത്തരങ്ങളാണ് അണുവിഘടനവും അണുസംയോജനവും. അപ്പോൾ നോക്കുക, റേഡിയോ ആക്ടിവിറ്റി കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തേത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാം. രണ്ടാമത്തേത് പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാം. മൂന്നാമത്തേത് ഗുഹകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാം. അടുത്തത് ഒരു മൂലകത്തെ നമുക്ക് മറ്റൊരു മൂലകമാക്കി മാറ്റുവാൻ സാധിക്കും ട്രാൻസ്മ്യൂട്ടേഷൻ വഴി. ഇനി പറയുന്ന 2 എണ്ണമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്ന വസ്തുതകൾ. ഒന്ന് ക്യാൻസർ ചികിത്സയ്ക്കും, രണ്ടാമത്തേത് ഊർജത്തിൻ്റെ ഉൽപാദനത്തിനും. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എന്താണ് അണുവിഘടനം? നോക്കുക, ഊർജോൽപാദനത്തിലെ ഒന്നാമത്തെ വിഭാഗമാണ് അണുവിഘടനം വഴിയുള്ള ഊർജോൽപാദനം. അണുവിഘടനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. നോക്കുക, എന്താണ് ന്യൂക്ലിയർ ഫിഷൻ? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്യുക എന്നാണ്. ഭിന്നിപ്പിക്കുക എന്നാണ് ഫിഷൻ എന്ന വാക്കിൻ്റെ മീനിങ്. അപ്പോൾ നോക്കുക,
ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് രണ്ടോ അതിലധികമോ ചെറിയ ന്യൂക്ലിയസുകളായി വിഘടിക്കുകയും തന്മൂലം ധാരാളം ഊർജം പുറന്തള്ളുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് അണുവിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റിയുള്ള ഒരു മൂലകത്തിൽ, ഉദാഹരണത്തിന് യുറേനിയം എന്നിരിക്കട്ടെ, ഓക്കെ, ഇത്തരം ഒരു മൂലകത്തിലേക്ക് വളരെ വേഗത്തിൽ മൂവ് ചെയ്യുന്ന ന്യൂട്രോണുകളെ കൊണ്ട് ഇടിപ്പിക്കുകയും തന്മൂലം ഈ മൂലകങ്ങൾ മറ്റു ചില മൂലകങ്ങളായി, മറ്റു ചെറിയ മൂലകങ്ങളായി വിഘടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് മൂലം ഇപ്പോൾ ഈ ഒരു മൂലകം ഈ ഒരു യുറേനിയത്തെ നമ്മൾ ന്യൂട്രോൺ കൊണ്ട് ഇടിപ്പിക്കുന്നു. അങ്ങനെ രണ്ട് മൂലകങ്ങൾ, ഇപ്പോൾ എ എന്നും ബി എന്നും പറയുന്ന മൂലകം ഉണ്ടാകും. അതിൻ്റെ കൂടുതൽ എന്ത് പുറത്തേക്ക് വരും? വലിയ തോതിൽ, വൻ തോതിൽ ഊർജം നമുക്ക് പുറത്തേക്ക് കിട്ടും. അപ്പോൾ ഈ ഊർജത്തെ നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെ പുറത്തു വരുന്ന ഊർജം നമുക്ക് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനും പറ്റും, കൺട്രോൾ ചെയ്യാതെ ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് കാണാം. അപ്പോൾ ഈ അണുവിഘടനത്തെ ആദ്യമായി കണ്ടെത്തിയത് രണ്ട് പേരാണ്. ഒന്ന് ഓട്ടോ ഹാനും ഫ്രിറ്റ്സ് സ്ട്രാസ്മാനും. ഓക്കെ, നോക്കുക, അണുവിഘടനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷന്റെ പിതാവ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഓട്ടോ ഹാൻ. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ഓട്ടോ ഹാൻ. രണ്ടാമത്തെ ആളാണ് ഫ്രിറ്റ്സ് സ്ട്രാസ്മാൻ. അപ്പോൾ ഓട്ടോ ഹാനും ഫ്രിറ്റ്സ് സ്ട്രാസ്മാനും. ഇനി അപ്പോൾ എന്താണ് ഈ ന്യൂക്ലിയർ ഫിഷൻ? എവിടെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ ഉപയോഗിക്കുക? അണുവിഘടനം എവിടെയാണ് പ്രയോജനപ്പെടുത്തുക? നോക്കുക, ആറ്റം ബോംബിൻ്റെയും ന്യൂക്ലിയർ റിയാക്ടറിൻ്റെയും പ്രവർത്തന തത്വം ഏതാണ്? ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ അണുവിഘടനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു റേഡിയോ ആക്റ്റീവ് മൂലകമുണ്ട്. ഓക്കെ, ഒറ്റ ഒരു മൂലകമായിരിക്കും. നമ്മൾ ഒരു 10 ഗ്രാം സാമ്പിൾ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് കോടിക്കണക്കിന് ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ആറ്റങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ആറ്റത്തിലേക്ക് വേഗത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ന്യൂട്രോൺ തട്ടിക്കഴിയുമ്പോൾ ആ ആറ്റം 2 അല്ലെങ്കിൽ 3 ആയിട്ട് ചിന്നിച്ചെതറി സ്പ്ലിറ്റ് വിഘടിച്ചു പോകുന്നു. ഇനി അവിടെ നിന്ന് പുറത്തു വരുന്ന ന്യൂട്രോൺ അടുത്തയാളെ ഇടിക്കും. അയാളും ഇങ്ങനെ സംഭവിക്കും, വിഘടിക്കുന്നു, അടുത്തയാളും വിഘടിക്കുന്നു. ഇങ്ങനെ വിഘടിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത അത്രമാത്രം ഊർജമായിരിക്കും പുറത്തേക്ക് വരിക. അപ്പോൾ ഇത്രമാത്രം ഊർജം നമ്മൾ പുറത്തേക്ക് വരുന്നു. നോക്കുക, ഒരാളിടിക്കുന്നു, അയാൾ അടുത്തതിനെ കൊടുക്കുന്നു, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ ഒരു ആറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്ക് ഇങ്ങനെ സ്പ്ലിറ്റായി എനർജി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനെയാണ് എന്ത് വിളിക്കുക? ചെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. ഇങ്ങനെ ചങ്ങന പോലെ എന്ത് പൊക്കോണ്ടിരിക്കുന്നു? റിയാക്ഷൻ പൊക്കോണ്ടിരിക്കുന്നു. ഇത് നമ്മൾ ചെയിൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. ഈ ചെയിൻ റിയാക്ഷനെ നമ്മൾ കൺട്രോൾ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ആറ്റം ബോംബ്. ഓക്കെ, അപ്പോൾ അനിയന്ത്രിതമായ ചെയിൻ റിയാക്ഷൻ ഇവിടെ ഉപയോഗിക്കുക നമ്മൾ. ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം അനിയന്ത്രിത ഫിഷൻ, അനിയന്ത്രിത ചെയിൻ റിയാക്ഷൻ എവിടെ വരിക? ആറ്റം ബോംബിൽ വരിക. നേരെ മറിച്ച് ഈ ഫിഷൻ പ്രവർത്തനത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഫിഷൻ പ്രവർത്തനം നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ നമുക്ക് ഈ ഊർജ്ജത്തെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായി ഈ ഫിഷൻ പ്രവർത്തനത്തെ നിയന്ത്രിച്ച ആളാണ് എൻറിക്കോ ഫെർമി. മഹാനായ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഏറ്റവും ആദ്യം കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ നിയന്ത്രിത അണുവിഘടനം നടത്തിയ വ്യക്തിയാണ് എൻറിക്കോ ഫെർമി. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് ഫെർമിയം എന്ന മൂലകത്തിന് പേര് കൊടുത്തിരിക്കുന്നത്, ഓർത്തിരിക്കുക. ഇനി ആറ്റം ബോംബിൻ്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അതാണ് റോബർട്ട് ഓപ്പൺഹൈമർ. ഓക്കെ, ഓട്ടോ ഹാനും ഓപ്പൺഹൈമറും കൺഫ്യൂസ് ആവരുത്. ന്യൂക്ലിയർ ഫിഷന്റെ പിതാവാണ് ഓട്ടോ ഹാൻ, നിയന്ത്രിത ഫിഷന്റെ പിതാവാണ് എൻറിക്കോ ഫെർമി, ആറ്റം ബോംബിന്റെ പിതാവാണ് റോബർട്ട് ഓപ്പൺഹൈമർ. അപ്പോൾ അമേരിക്കയുടെ ഈ ആറ്റം ബോംബ് പ്രൊജക്റ്റിനെ വിളിച്ച പേരാണ് മാൻഹാട്ടൻ പ്രൊജക്റ്റ്. നമുക്കറിയാം, ഏറ്റവും ആദ്യം ആറ്റം ബോംബ് ഉണ്ടാക്കിയത്, അത് പ്രയോഗിച്ചതൊക്കെ അമേരിക്കയാണ് അല്ലെങ്കിൽ USA ആണ്. അപ്പോൾ അവരുടെ ആറ്റം ബോംബിൻ്റെ ആ ഒരു പ്രൊജക്റ്റ്, അതിനെ നിർമ്മിക്കാനുള്ള പദ്ധതിയെ വിളിക്കുന്ന പേരാണ് മാൻഹാട്ടൻ പ്രൊജക്റ്റ്. നോക്കുക, ഇനി ലോകത്തിൽ ഏറ്റവും ആദ്യം അണുബോംബ് പരീക്ഷിച്ച സ്ഥലം വേണമെങ്കിൽ ഓർത്തിരിക്കുക. ഓക്കെ, ലോകത്തിൽ ഏറ്റവും ആദ്യം അണുബോംബ് പരീക്ഷിച്ചത് USA-യിലാണ്. USA-യിലെ ന്യൂ മെക്സിക്കോയിലുള്ള ആലമോഗാഡോ. ഓക്കെ, അപ്പോൾ USA-യിലെ ന്യൂ മെക്സിക്കോയിലുള്ള ആലമോഗാഡോയിലാണ് ഏറ്റവും ആദ്യം അണുബോംബ് പരീക്ഷിച്ചത്. ഈ ന്യൂ മെക്സിക്കോ എന്ന പേര് കാണുമ്പോൾ മെക്സിക്കോ എന്ന് ചിന്തിക്കരുത്. US-ലെ ഒരു സ്റ്റേറ്റാണ് ന്യൂ മെക്സിക്കോ. ഏത് വർഷം? 1945 ജൂലൈ 16. അറിഞ്ഞിരിക്കുക.
ഇനി ഇതാണ് ആറ്റം ബോംബ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രണ്ട് പേരുകളാണ് ഹിരോഷിമയും നാഗസാക്കിയും. ഹിരോഷിമയും നാഗസാക്കിയും. അപ്പോൾ ജൂലൈയിൽ ആറ്റം ബോംബ് ആദ്യമായി പരീക്ഷിച്ച അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ജപ്പാനിലെ രണ്ട് പട്ടണങ്ങളിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗം നടത്തുകയുണ്ടായി. അത് ഏറ്റവും ആദ്യം നടത്തിയത് അന്നത്തെ ജപ്പാനിലെ ഏറ്റവും വലിയ പട്ടണമായിരുന്ന ഹിരോഷിമയിലാണ് 1945 ഓഗസ്റ്റ് 6. ഓക്കെ, ഇതിൻ്റെ ആ സിറ്റുവേഷൻ കാര്യങ്ങൾ നിങ്ങൾ ആ ഹിസ്റ്ററിയിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ സയൻസ് മാത്രം അറിഞ്ഞിരിക്കുക. അപ്പോൾ 1945 ഓഗസ്റ്റ് 6 അല്ലെങ്കിൽ രാവിലെ 8:15 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിൽ അമേരിക്ക ഒരു അണുബോംബ് ഇടുന്നത്. ആദ്യത്തെ അണുബോംബ് വർഷമാണ്. ഓക്കെ, നോക്കാം. ആ അണുബോംബിൻ്റെ പേരായിരുന്നു ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ അമേരിക്ക പ്രയോഗിച്ച അണുബോംബിൻ്റെ പേരാണ് ലിറ്റിൽ ബോയ്. അതിൽ ഉപയോഗിച്ച ഇന്ധനമായിരുന്നു യുറേനിയം 235. ചോദിക്കും, ഏറ്റവും ആദ്യത്തെ അണുബോംബായ ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ച ഇന്ധനമേത്? അത് യുറേനിയം 235. ആ യുറേനിയം ആ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ആറ്റം ബോംബ് വഹിച്ചു കൊണ്ടുപോയ വിമാനമാണ് എനോള ഗേ എന്നറിയപ്പെടുന്ന B-29 ബോംബർ. ഓക്കെ, B-29 ബോംബർ സീരീസിൽപ്പെട്ട എനോള ഗേ എന്ന വിമാനമാണ് ലിറ്റിൽ ബോയെ വഹിച്ചു കൊണ്ടുപോകുന്നത്. ഓക്കെ, അത് ഓടിച്ച പൈലറ്റിൻ്റെ പേരാണ് പോൾ ടിബറ്റ്സ്. ഇതിൽ നിന്ന് ഏതൊരു ഭാഗത്തു നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. മുൻകാലങ്ങളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലപോലെ തന്നെ പഠിക്കുക. ഇനി അടുത്തത് 3 ദിവസത്തിന് ശേഷം 1945 ഓഗസ്റ്റ് 9 തീയതി ജപ്പാനിലെ നാഗസാക്കി എന്ന പട്ടണത്തിൽ, യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ചത് നാഗസാക്കി അല്ല, ഓക്കെ, ക്യോട്ടോയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കാലാവസ്ഥ മോശമായതുകൊണ്ട് അവർക്ക് എവിടേക്ക് എവിടേക്ക് ഇടേണ്ടി വന്നു? നാഗസാക്കിയിലേക്ക് ബോംബിടേണ്ടി വന്നു. അങ്ങനെ 1945 ഓഗസ്റ്റ് 9 അമേരിക്ക അടുത്ത അണുബോംബിടുന്നു. അതിൻ്റെ പേരായിരുന്നു ഫാറ്റ്മാൻ. കണ്ടാൽ മനസ്സിലാവും, ഇച്ചിരി വണ്ണമൊക്കെയുള്ള ഒരു ആറ്റം ബോംബാണ് ഫാറ്റ്മാൻ. അതിലെ ഇന്ധനം ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്ലൂട്ടോണിയം 239 ആയിരുന്നു ഫാറ്റ്മാൻ്റെ ഇന്ധനം. നോക്കുക, ലിറ്റിൽ ബോയിൽ യുറേനിയം ആയിരുന്നെങ്കിൽ ഫാറ്റ്മാനിൽ പ്ലൂട്ടോണിയം 239. ഇനി ആരാണ് ഇത് കൊണ്ടുപോയത്, അല്ലെങ്കിൽ ഏത് വിമാനത്തിലാണ് കൊണ്ടുപോയത്? ഓക്കെ, ഇതും കൊണ്ടുപോയത് B-29 ബോംബറിൽ തന്നെയാണ്. ഓക്കെ, പക്ഷേ അതിൻ്റെ പേര് സൂപ്പർ ഫോർട്രസ്. ഓക്കെ, സൂപ്പർ ഫോർട്രസ് എന്നറിയപ്പെടുന്ന ഒരു B-29 ബോംബറിലാണ് ഈ അണുബോംബിനെ വഹിച്ചുകൊണ്ട് പോയത്. അത് ഓടിച്ച വൈമാനികൻ അല്ലെങ്കിൽ പൈലറ്റിൻ്റെ പേരാണ് ചാൾസ് സ്വീനി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? ഹിരോഷിമ, നാഗസാക്കി എന്നീ രണ്ട് പട്ടണങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് നമ്മുടെ അമേരിക്ക, നമ്മുടെ USA, നമ്മുടെ എല്ലാം USA 2 ആറ്റം ബോംബ് പ്രയോഗിക്കുകയുണ്ടായി. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും. അപ്പോൾ ഹിരോഷിമ ദിനവും നാഗസാക്കി ദിനവും പഠിച്ചിരിക്കുക. അപ്പം ഹിരോഷിമയിൽ പ്രയോഗിച്ച ആറ്റം ബോംബിൻ്റെ പേരാണ് ലിറ്റിൽ ബോയ്. അതിലുപയോഗിച്ചിരുന്ന ഇന്ധനം യുറേനിയം 235. ഇനി നാഗസാക്കിയിൽ ഉപയോഗിച്ചത് ഫാറ്റ്മാൻ, പ്ലൂട്ടോണിയം 239. 2 വിമാനം പഠിച്ചിരിക്കുക, എനോള ഗേ, സൂപ്പർ ഫോർട്രസ്. ആ രണ്ടും B-29 സീരീസിലുള്ള വിമാനങ്ങളാണ്. 2 വൈമാനികനെയും പഠിച്ചിരിക്കുക, പോൾ ടിബറ്റ്സും ചാൾസ് സ്വീനിയും. ഇനി ഈ ആണവ ദുരന്തങ്ങളെ, ഹിരോഷിമയിലും നാഗസാക്കിയിലുമുണ്ടായ ആണവ ദുരന്തങ്ങളെ അതിജീവിച്ച മനുഷ്യരെ വിളിക്കുന്നൊരു പേരുണ്ട്, ഹിബാക്കുഷകൾ എന്നാണ് വിളിക്കുക. ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഹിബാക്കുഷകൾ. ഇനി എവിടെയെങ്കിലും ആ ഒരു ചോദ്യം, ആ ഒരു വാക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് അറിഞ്ഞ് ഹിബാക്കുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിരോഷിമ, നാഗസാക്കി അണുബോംബ് ദുരന്തത്തെ അതിജീവിച്ച ആളുകളെ വിളിക്കുന്ന പേരാണ്. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ അണുവിഘടനം പറഞ്ഞു. ഇനി അടുത്തൊരു കാര്യമാണ് അണുസംയോജനം. അപ്പോൾ അണുകേന്ദ്രങ്ങളെ വിഘടിക്കുമ്പോൾ ഊർജം ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ അണുകേന്ദ്രങ്ങളെ സംയോജിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഊർജം കിട്ടുന്നുണ്ട്. നോക്കുക, ഭാരം കുറഞ്ഞ 2 അതിലധികമോ അണുകേന്ദ്രങ്ങൾ കൂടിച്ചേർന്ന് ഭാരം കൂടിയ ഒരു അണുകേന്ദ്രം ഉണ്ടാകുന്ന പ്രതിഭാസമാണ് അണുസംയോജനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ എവിടെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ കാണപ്പെടുക? സൂര്യനിൽ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെയും ഹൈഡ്രജൻ ബോംബിൻ്റെയും പ്രവർത്തന തത്വം അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ആറ്റം ബോംബ് ന്യൂക്ലിയർ ഫിഷൻ, ഹൈഡ്രജൻ ബോംബ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഒരു കൊച്ചു സൂര്യനാണ് നമ്മുടെ ഹൈഡ്രജൻ ബോംബ്.
അപ്പോൾ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ അണുസംയോജനം ആദ്യമായി കണ്ടെത്തിയത് ഹാൻസ് ബേത്ത് എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം 939 അണുസംയോജനം കണ്ടെത്തിയത്. അദ്ദേഹത്തിന് 967 ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. അപ്പോൾ മനുഷ്യൻ ഇന്ന് വരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ സ്ഫോടക വസ്തുവാണ് ഹൈഡ്രജൻ ബോംബ്. ഓക്കെ, ഹൈഡ്രജൻ ബോംബിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്യൂഷൻ ബോംബ്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷനാണ്, അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്യൂഷൻ ബോംബ്. അപ്പോൾ സാധാരണഗതിയിൽ ഫ്യൂഷൻ ബോംബ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്. അവ ഡ്യൂട്ടീരിയവും ട്രിഷ്യവുമാണ്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളെന്ന്. അപ്പോൾ ഇവയെ നമ്മൾ യോജിപ്പിച്ചാണ് എന്തുണ്ടാക്കുക, ഹൈഡ്രജൻ ബോംബ് നമ്മൾ നിർമ്മിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം, ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയത് ആരാണ്? എഡ്വേർഡ് ടെല്ലർ. ഓക്കെ, അപ്പോൾ ഓപ്പൺഹൈമർ ആണ് ആറ്റം ബോംബ് കണ്ടെത്തിയത്. എഡ്വേർഡ് ടെല്ലറാണ് ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നല്ലപോലെ പഠിക്കുക. ആ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് PS ചോദിച്ചിട്ടുണ്ട്. മനസ്സിരുത്തി വായിക്കുക. 1-2 തവണ വീഡിയോ കാണുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഒരു നോട്ടിൽ കുറിച്ച് വയ്ക്കുക. കാരണം പെട്ടെന്ന് നമുക്ക് മറന്നുപോകും, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അടുത്ത് വരുന്ന ഭാഗത്ത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ന്യൂക്ലിയർ റിയാക്ടറുകളെ പറ്റിയും പിന്നെ ഫോക്കസ് ചെയ്ത് നമ്മൾ ഇന്ത്യയുടെ ആണവ ശാസ്ത്രം നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഭാഗത്ത് നമ്മൾ വീണ്ടും കാണാം. നന്ദി.